അച്ഛന്റെ പുറകെ പോയിട്ട് എന്തായി? എന്റെ പുറകെ പോയിട്ട് എന്തായി? എടി എന്നെ കൊന്നില്ലെന്നേ ഉള്ളു. ഭയങ്കര കലിപ്പിലാണ് പോയേക്കണത്. ഇത് സീരിയസ് ആണ് കേട്ടാ. എന്തായിടാ എന്താ രാമായി? ഇത് പോയ പോക്കാണ്. പോയ പോക്കാണോ? അങ്ങനെയാണെങ്കിൽ മിക്കവാറും നെയ്യാറ്റിങ്ങരയ്ക്കായിരിക്കും പോയിട്ടുണ്ടാവുക. കലിപ്പൊന്നും അങ്ങനെയാണല്ലോ. എടാ അച്ഛൻ ആ പഴയ മറ്റേ ഇരുമ്പിന്റെ ഷേവിംഗ് സെറ്റ് കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ട്. എന്നാ ഉറപ്പിച്ചു അച്ഛൻ പിണങ്ങി പോയത് തന്നെയാണ്. ഇതൊരുമാതിരി ടെൻഷൻ അടിച്ച് ചാവൂല്ല നമ്മള്. എന്തിനാ ടെൻഷൻ? അച്ഛൻ വെറുതെ ദേഷ്യം വന്നു പോയതല്ല, പിണങ്ങി പോയതാണ്. ഉറപ്പാ. ടെൻഷൻ അടിക്കണ്ട, ചേട്ടൻ വന്നോളൂ. പൊന്നമ്മായി പണ്ടാണെങ്കിൽ ഞാൻ ടെൻഷൻ ഒന്നും അടിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതേപോലെയാണാ. അച്ഛൻ നല്ല പ്രായമായി. അപ്പൊ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. നല്ല പ്രശ്നമുണ്ട്. ഓടിക്ക് നല്ല ചെതയുണ്ട്. ചെതയല്ലേ ചെയ്യണം. ഒരു കാരണവശാലും നീ അമ്മേനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് കേട്ടോ. അത് പിന്നെ വേറെ കലിപ്പാവും. ഞാൻ ആരെയും ഒന്നും പറയാനില്ല. പറയാൻ പോയാലാണ് കുഴപ്പം. എന്തെങ്കിലും ചേച്ചി എന്തിനു തെറ്റു പറയണ? ഒരു കുടുംബമാകുമ്പോ ഇങ്ങനത്തെ ചർച്ചയൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അച്ഛന് നന്നായിട്ട് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അച്ഛന്റെ തലയിൽ തന്നെ കൊണ്ടിടുന്നേ. അതിപ്പോ ഈ പറഞ്ഞ ആരുവാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. 2 ദിവസം മുമ്പ് ഞാനും അച്ഛനായിട്ട് വരക്കിട്ടു. അച്ഛന് എല്ലാരും എളുപ്പം. അതുകൊണ്ടാണ് എല്ലാരോടും അച്ഛൻ്റെ തലേ കയറണത്. എടാ അതിപ്പോ സ്നേഹം കൊണ്ടല്ലേ. ഞാനും അച്ഛൻ തമ്മിൽ എന്തോരം വഴക്കിടുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ ശ്രീയും ഭയങ്കര ദേഷ്യത്തിലാണ്. അതെപ്പോഴാണോ അല്ലാത്തത്? വരെ കുട്ടുമ്പോഴും ഭയങ്കര ദേഷ്യ. ഒരു വക നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. മുന്നേ ഒന്നും എന്റെ അടുത്ത് ഇത്ര ദേഷ്യമില്ലായിരുന്നു. ഇപ്പൊ എന്റെ അടുത്തും ദേഷ്യപ്പെടുന്നു. അച്ഛനൊന്ന് വിളിക്കും. എന്തോ? അച്ഛനെ ഒന്ന് വിളിക്കേ. അയ്യോ, എനിക്ക് കേൾക്കാനുള്ളത് മൊത്തം ഞാൻ കേട്ട്. വേണമെങ്കിൽ ചേച്ചി വിളിച്ചു. നീ ഒന്ന് വിളി ലച്ചു. അത് ശരി. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിലായ. അച്ഛൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് മുമ്പേ വിളി. ഹലോ, എവിടെയാ അച്ഛാ? വെച്ചിട്ട് പോവാനാ? അച്ഛൻ എവിടെ അച്ഛ? ചുമ്മാ കളിക്കല്ലേ. അച്ഛൻ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഞാൻ എന്തിനാ കുഴിപ്പുറത്തോടെ? എന്താ അച്ഛൻ വരുന്നുണ്ടെങ്കിൽ വാച്ചാ. ഞാൻ കുഴിപ്പുറത്തൊന്നും പോകുന്നൊന്നുമില്ല പൊന്നെ. അച്ഛൻ വന്നെ കുഴിപ്പുറത്ത് പോവാ. എന്നാ പിന്നെ വരണ്ട, എവിടെങ്കിലും പോകും. എന്തൊരു പരിപാടി കാണിച്ചത്? ഒരു മാതിരി എഴുതിയിൽ എണ്ണ വയ്ക്കുന്ന പരിപാടി. പിന്നെ വായത്തൊന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഞാൻ ചെയ്യും. ഇപ്പൊ അച്ഛൻ വരാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചേട്ടാ, ഞാൻ എന്റെ കാര്യം നോക്കി പോവാ. ശരിക്കും അവള് കുഴപ്പമുള്ളത്തോലും പോവോടെ? എവിടെ പോയില്ല. എന്ത് പറയാനെന്ന് നോക്കുന്നത്? നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. അച്ഛൻ വരാതെ എനിക്കൊന്നും ഇറങ്ങൂല അമ്മായി. അങ്ങനെ തന്നെ. പാറു, നീ വാ, എന്തെങ്കിലും കഴിക്കാം. വാ ചേട്ടാ, ബാസങ്ങളിനെ വിളിച്ചേ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ബാസങ്ങളെ വിളിക്കും. പറഞ്ഞതിൽ കാര്യമുള്ളതാണ്. എടെങ്കിലേ അങ്ങോട്ട് എടുക്കണില്ലടി, റിങ് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ തിരിച്ചു വിളിക്കും. ചേട്ടൻ വാ.